ഡൽഹിയിലെ AAP കോൺഗ്രസ് സഖ്യത്തിൽ അന്തിമ തീരുമാനമായില്ല. രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ ചേർന്ന യോഗം സമാപിച്ചു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, നിരവധി തവണ ചർച്ചകൾ നടന്നിട്ടും തീരുമാനമാകാതിരുന്നതാണ് AAP കോൺഗ്രസ് സഖ്യം സംബന്ധിച്ച കാര്യം. ഇന്നും ആ രീതിയിൽ തന്നെ ഉണ്ടായിരിക്കുന്നു. എന്താണ് ഇന്നത്തെ യോഗത്തിൽ സംഭവിച്ചത്? രേണുക, AAPയുമായി സഖ്യത്തിന് എന്ന നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്നലെ തന്നെ ഡൽഹിയുടെ ചുമതലയുള്ള AICC സെക്രട്ടറി PC ചാക്കോ ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. പൊതുവിൽ ഒരു ധാരണയിലേക്ക് AAP മുന്നോട്ട് വയ്ക്കുന്നത് 3 സീറ്റുകളിൽ, ആകെ 7 സീറ്റുകളാണ് ഡൽഹിയിൽ ലോക്സഭാ സീറ്റുകൾ ഉള്ളത്. ഇതിൽ 3 സീറ്റുകളിൽ AAP മത്സരിക്കുക, 3 സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുക, 1 സീറ്റിൽ പൊതുസമ്മതനായ ഒരാളെ സ്ഥാനാർത്ഥിയായി നിർദ്ദേശിക്കുക. ഇത്തരത്തിലുള്ള ഒരു ഫോർമുലയാണ് AAP മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ ഫോർമുലയോട് ഭൂരിപക്ഷം വരുന്ന നേതാക്കൾക്കും അനുകൂലമായ നിലപാട് തന്നെയാണുള്ളത്. മാത്രമല്ല, ഒരു ശക്തി ആപ്പിലൂടെ അഭിപ്രായ സർവേ തന്നെ ജനങ്ങൾക്കിടയിൽ കോൺഗ്രസ് നടത്തുകയും ചെയ്തിരുന്നു. കോൺഗ്രസ് പ്രവർത്തകരുടെ പൊതുവികാരം എന്താണ്, പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകർ AAPയുമായി കൈകോർക്കുന്നതിനോട് യോജിക്കുന്നുണ്ടോ എന്നത് സംബന്ധിച്ച് ശക്തി ആപ്പിലൂടെ ഒരു സർവേയും കോൺഗ്രസ് നടത്തിയിരുന്നു. ഈ സർവേയിലും AAPയുമായി കൈകോർക്കാമെന്ന നിലപാടാണ് കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരിച്ചത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഗൗരവതരമായ ചർച്ചകൾ നടന്നത്. എന്നാൽ നമുക്കറിയാം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ എല്ലാ അവസരങ്ങളും ഇല്ലാതാക്കിയ പാർട്ടിയാണ് AAP. മാത്രമല്ല, കോൺഗ്രസിലെ അഴിമതി ആരോപണങ്ങൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 70 സീറ്റുകളിൽ 67 കൈയടക്കി മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസിനെ തറപറ്റിച്ച പാർട്ടി കൂടിയാണ് AAP. ആ AAPയുമായി കൈകോർക്കുന്നതിനോട് മുൻ മുഖ്യമന്ത്രി കൂടിയായിരുന്ന ഷീലാ ദീക്ഷിത്തിന് വലിയ വിയോജിപ്പാണുള്ളത്. ഇന്ന് നടന്ന യോഗത്തിലും ഷീലാ ദീക്ഷിത് അടക്കമുള്ളവർ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ നേതാക്കൾ തീർച്ചയായും വിയോജിപ്പ് വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തുന്ന പശ്ചാത്തലവും ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ അന്തിമമായ ഒരു തീരുമാനം കൈക്കൊള്ളാതെ ഇപ്പോൾ യോഗം അവസാനിക്കേണ്ടി വന്നത്. AICC ആസ്ഥാനത്തിനോട് തൊട്ടുചേർന്നുള്ള വസതിയിൽ തന്നെയായിരുന്നു ഡൽഹി കോൺഗ്രസ് AAPയുമായി കൈകോർക്കണോ എന്നത് സംബന്ധിച്ച തീരുമാനങ്ങൾ ചർച്ച ചെയ്തത്. രാഹുൽ ഗാന്ധി അടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. എന്നാൽ അന്തിമമായ ഒരു നിലപാടിലേക്ക് പോകാൻ സാധിച്ചില്ല. എന്തായാലും തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ തീർച്ചയായും ഡൽഹി തെരഞ്ഞെടുപ്പിന് സാവകാശമുണ്ട് എന്നതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചും ആശ്വാസകരമാകുന്ന ഒന്ന്. പ്രത്യേകിച്ച് അവസാന ഘട്ടത്തിലാണ് ഡൽഹിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിനുള്ളിൽ ഒരു സഖ്യസാധ്യതയെക്കുറിച്ച് അന്തിമ തീരുമാനം എടുത്താൽ മതി എന്നുള്ള ഒരു പൊതു ധാരണയിലേക്ക് കൂടി ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. രേണുക, KP അഭിലാഷാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.